ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് 2024 ജനുവരി 13 നടന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ ചോദ്യപേപ്പറും ആൻസർ കീയുമാണ് അവിടെ പറയുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹി. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് മറുപടി പറഞ്ഞതെന്നാണ്. ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി. കൃത്യസമയത്ത് നിസ്കരിക്കലാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം. അടുത്ത രണ്ടാമത്തത്, ശുചിത്വത്തിന് ഉപയോഗിക്കുന്ന കല്ല്, ടിഷ്യൂ പേപ്പർ എന്നിവക്ക് ഉണ്ടാവേണ്ട നിബന്ധന. ഉണ്ടാവേണ്ടത് എന്താണ്? നജസിനെ വലിച്ചെടുക്കുന്നതായിരിക്കണം. ഓപ്ഷൻ എ, നജസിനെ വലിച്ചെടുക്കുന്നത്. മൂന്നാമത്തത്, താഴെ കൊടുത്തവയിൽ വജ്ബുർനിയുടെ സാരം എന്താണെന്ന്, അർത്ഥം എന്താണെന്ന്. എന്താണ്? എൻ്റെ ന്യൂനതകൾ പരിഹരിച്ചു തരണമേ. ഓപ്ഷൻ സി എന്നതാണ് അവിടെ ശരി. അടുത്തത്, തജ്വീദിലെ സുക്കൂനുള്ള നൂനിൻ്റെ നിയമപ്രകാരം ഒരേ വിഭാഗത്തിൽ പെടാത്ത അക്ഷരക്കൂട്ടം. ഇവിടെ വന്നത് സി ആണ്. അതായത് ബാക്കിയൊക്കെ ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളാണ്. ആ വിഭാഗത്തിൽ പെടാത്തത് ഇൽഹാറിൻ്റെ അക്ഷരങ്ങളായ സി എന്ന ഓപ്ഷനാണ് അവിടെ ശരി. ബാക്കിയൊക്കെ ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളാണ്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അല്ലാഹു തആലയെ നമുക്ക് കാണാൻ സാധ്യമല്ല, എങ്കിലും അവനിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ്. എന്താണ്? അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ പറ്റി പഠിച്ചാണ്. അല്ലാഹു തആലയുടെ വിശേഷങ്ങളെ പറ്റി പഠിച്ചാണ് നമ്മൾ അല്ലാഹു തആലയെ വിശ്വസിക്കുന്നത്. ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരി. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനക്കാരുമായി ഉണ്ടാക്കിയ 2ാം അഖബ ഉടമ്പടിയിലെ പ്രധാന കരാർ എന്തായിരുന്നു? ശത്രുക്കളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുക എന്നതാണ് അതിലെ പ്രധാന കരാർ. ഓപ്ഷൻ സി എന്നതാണ് ശരി. അടുത്തത്, നിസ്കാരത്തിൻ്റെ ഫർളായ തശഹുദിലെ ഒരു വാചകം. തശഹുദ് എന്ന് പറഞ്ഞാൽ അത്തഹിയാത്താണ്. തശഹുദിലെ ഒരു വാചകം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന ഓപ്ഷൻ ബി ആണ് അവിടെ നമുക്ക് ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത്, കദ്ദബത് ആദൽ മുർസലീൻ എന്നതിൽ ഈ ആയത്തിലെ ശരിയായ പാരായണം. അവിടെ എന്താണ്? കദ്ദബത് ആദനിൽ, അതായത് തൻവീന് ശേഷം സുക്കൂനുള്ള അക്ഷരം വന്നു. അപ്പോൾ അവിടെ തൻവീനിനെ കസറുള്ള നൂനാക്കിയിട്ട് ഉച്ചരിക്കണം. കദ്ദബത് ആദനിൽ മുർസലീൻ എന്നതാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി എന്നതാണ് അവിടെ ശരി. അടുത്തത് എന്താണ്? അന്ത്യദിനത്തിൽ ശുപാർശകനായി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കർമ്മം എന്താണ്? ഖുർആൻ പാരായണമാണ് അന്ത്യദിനത്തിൽ ശുപാർശകനായി വരുന്നത്. അതായത് നമുക്ക് ശുപാർശ ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി. അടുത്ത 10ാമത്തെ ചോദ്യം എന്താണ്? ദൃഷ്ടി താഴ്ത്തുക, ഉപദ്രവം തടയുക, സലാം അടക്കുക എന്നിവ എന്തിൻ്റെ അവകാശങ്ങളാണ്? വഴിയുടെ അവകാശങ്ങളാണ്. ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരി. അടുത്ത 11, നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന്. സ്വർഗത്തിൽ കടക്കാൻ അവർക്ക് മരണമല്ലാതെ മറ്റു തടസ്സമില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓപ്ഷൻ സി എന്നതാണ് ശരി. അടുത്തത് എന്താണ്? അടുത്തത്, ഹും ഫീഹ ഖാലിദൂൻ. അവിടെ സുക്കൂനുള്ള മീമിനെ ഇൽഹാർ ചെയ്യണം. ഇവിടുത്തെ ഇൽഹാർ എന്തെന്നാണ്? ഹും ഫീഹ ഖാലിദൂൻ എന്നതിലെ സുക്കൂനുള്ള മീമിനെ വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം. അപ്പോൾ അവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, മീമിലെ സുക്കൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. വെളിവാക്കുക, വ്യക്തമാക്കുക ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി എന്നതാണ് അവിടെ ശരി. അടുത്തത്, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ നബിമാരാണ്. പിന്നെ ആരാണ്? മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ നബിമാർ, പിന്നെ സഹാബികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ സ്വഹാബികൾ എന്നത് ഓപ്ഷൻ എ ആണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്തത് അൽ മാ ഉ തോഹിർ എന്ന് വിളിക്കപ്പെടുന്ന വെള്ളം ഏതാണെന്നാണ്. തോഹിർ ആണ് ഇവിടെ ചോദിച്ചത്. അപ്പം കുടിക്കാൻ ഉപയോഗിക്കുന്ന പാനീയങ്ങളാണ്. കുടിക്കാൻ പറ്റും, മറ്റു ശുദ്ധീകരണങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അതാണ് തോഹിർ. ഉളൂവിനൊക്കെ പറ്റുന്നതും ഒക്കെ എന്താണ് തുഹൂറാണ്. മലിനമായ ജലം തുഹൂറും തോഹിറും അല്ല, മുത്തനജ്ജിസാണ്. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഉളൂവിൽ കഴുകിയ വെള്ളം മുസ്തഅമലാണ്. അപ്പോൾ ഇവിടെ തോഹിർ ഓപ്ഷൻ സി കുടിക്കാൻ ഉപയോഗിക്കുന്ന പാനീയാണ്, അതാണ് ശരി. അടുത്തത് എന്താണ് അഷ്റഖൽ ബദറു അലൈന ഫഹ്തഫത് മിൻഹുൽ ബുദൂറു. പദ്യവരയിലെ ബദറിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടെ ബദർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓപ്ഷൻ ബി ആണ് അവിടെ ശരി ഉത്തരം. അടുത്തത് ഹാഷിമിൻ്റെ റമളാനിലെ വിത്ര നിസ്കാരത്തിൽ താഴെ കൊടുത്തവയിൽ എന്ത് മറന്നപ്പോഴാണ് സഹവിൻ്റെ സുജൂദ് ചെയ്തിട്ടുണ്ടാവുക? എന്ത് മറന്നപ്പോഴാണ് സഹവിൻ്റെ സുജൂദ് ചെയ്തിട്ടുണ്ടാവുക? എന്ത് മറന്നാലാണ്? അബാദ് സുന്നത്തുകളിൽ നിന്ന് വല്ലതും മറന്നാലാണ് സഹവിൻ്റെ സുജൂദ്. അപ്പോൾ അവിടെ ഓപ്ഷൻ സി വയല ആലി സയ്യിദിന മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലാൻ മറന്നു. വയല ആലി സയ്യിദിന മുഹമ്മദ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ മേലുള്ള സ്വലാത്ത് ചൊല്ലാൻ മറന്നു. അതിനാണ് സഹവിൻ്റെ സുജൂദ് ചെയ്തത്. അത് മനസ്സിലാക്കാം. അടുത്തത് അൽ ഹാഖത്തു. അടിവരയിട്ട ഭാഗത്ത് എത്ര നീട്ടലാണ് നിർബന്ധം? എന്താണ്? 6 ഹർക്കത്ത്. 6 ഹർക്കത്ത്, അതായത് 6 അക്ഷരം ഉച്ചരിക്കുന്ന അത്ര. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ എന്നതാണ്. അവിടെ മദ്ദുൽ ലാസിമാണ്. മദ്ദുൽ ലാസിം 6 ഹർക്കത്ത് വരെ നീട്ടൽ. അപ്പോൾ അവിടെ നമുക്ക് എ എന്നതാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. എ എന്ന ഓപ്ഷനാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്ത 16-ാമത്തെ അല്ലാഹു തആല ഭംഗിയുള്ളവരാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ ജമീലൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു തആല ഭംഗിയുള്ളവരാണ്, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരി. അടുത്തതാ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് ശേഖരിച്ചു, എന്നിട്ട് സുഗന്ധത്തിൽ ചേർത്ത് ഉപയോഗിച്ചു നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഓപ്ഷൻ സി എന്നതാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. സി. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ഇറങ്ങിയ ആയത്തുള്ള സൂറത്ത്. വഹി ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ അലക്കിലെ ഇഖ്റ മുതൽ മാലം മേലം വരെയുള്ള ആയത്താണ്. അപ്പോൾ സൂറത്തുൽ അലക്ക് എന്ന ബി എന്ന ഓപ്ഷനാണ് ശരി. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാ ചെയ്ത വർഷം. ഹജ്ജത്തുൽ വദാ വിടവാങ്ങൽ പ്രസംഗം നടത്തി. ഹിജ്റ 10-ാം വർഷം. ഹിജ്റ 10. ഓപ്ഷൻ സി. വിടവാങ്ങൽ ഹജ്ജ് നടത്തിയത് ഹിജ്റ 10-നാണ്. ഹജ്ജത്തുൽ വദാ ഹിജ്റ 10. ഓപ്ഷൻ സി എന്നതാണ് ശരി. അടുത്തത് യൗമുൽ ഫുർഖാൻ. യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആനിൽ പേര് വന്ന ധർമ്മസമരം. യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആനിൽ പേര് വന്നത് ബദർ യുദ്ധത്തിനാണ്. ബദർ യുദ്ധം ഞങ്ങളെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ യൗമുൽ ഫുർഖാൻ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി എന്നതാണ് അവിടെ ശരി. അടുത്തതാ മസ്ജിദുൻ നബവിയിലെ റൗള ഷരീഫ്. മസ്ജിദ് നബവിയിലെ റൗള ഷരീഫ് എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനും മിമ്പറിനും ഇടയിലുള്ള ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും മിമ്പറിനും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. അപ്പോൾ ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരി. അടുത്തത് കലിമത്തു തൗഹീദ് അടയാളപ്പെടുത്തുക എന്നാണ്. തൗഹീദിൻ്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ സി എന്നതാണ്. അടുത്ത 25 തബ്സീറിൻ്റെ നിസ്കാരത്തിൽ സംഭവിച്ച ബാത്തിലാകുന്ന പ്രവൃത്തി ഏതാണ്? നിസ്കാരം ബാത്തിലാകുന്ന പ്രവൃത്തി ഏതാണെന്നാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി. അവൻ നിസ്കരിക്കുന്നതിനിടയിൽ കടലമണി കുറിച്ചു. നിസ്കരിക്കുന്നതിനിടയിൽ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചു. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ പോലെ തന്നെ നിസ്കാരവും ബാത്തിലാവും. അപ്പോൾ ഓപ്ഷൻ ഡി എന്നതാണ് അവിടെ ശരി. അടുത്തത് എന്താണ്? ഇഷാക്ക് ശേഷം സുബ്ഹ് വരെ മാത്രം സമയമുള്ള സുന്നത്ത് നിസ്കാരം ഏതാണ്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി വിത്ർ നിസ്കാരമാണ്. വിത്രിൻ്റെ സമയം ഇഷാ മുതൽ സുബ്ഹി വരെയാണ്.
അപ്പോൾ ഇവിടെ തറാവീഹൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഓപ്ഷൻ വന്നത് വിത്തർ നിസ്കാരമാണ്. അപ്പോൾ അതവിടെ സി എന്നത് നമുക്ക് അടയാളപ്പെടുത്താം. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും ഊരു വിലക്കിയത് നീക്കിയ വർഷം. അപ്പോൾ ആ ചോദ്യം അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ആൻസറിൽ. നുബുവത്തിൻ്റെ 10-ാം വർഷമാണ് ഊരു വിലക്ക് ഏർപ്പെടുത്തിയത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുള്ളപ്പോഴാണ്, ഹിജ്റ പോകുന്നതിന് മുമ്പാണ്. അപ്പം അത് അവിടെ ആൻസർ എഴുതിയത് മാറിപ്പോവാനാണ് സാധ്യത. ഹിജ്റ എന്നത് നുബുവത്ത് 10 എന്നുള്ളതായിരിക്കും. എന്തായാലും അതൊരു തെറ്റായ ചോദ്യമായിട്ട് നമുക്കവിടെ മാറ്റിവെക്കാം. അവരടുത്തുനിന്ന് മിസ്റ്റേക്ക് തെറ്റിയതാണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പം അടുത്തത് എന്താണ്? 28 വലല്ലോല്ലീൻ എന്നതിലുള്ള മദ് എന്താണ്? മദ്ദുൽ ആരിളും ഉണ്ട്, മദ്ദുൽ ലാസിമും ഉണ്ട്. മദ്ദുൽ ആരിൾ വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വന്നിട്ടുണ്ട്. പിന്നെ മദ്ദിന് ശേഷം സുക്കൂനും വരുന്നു. വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വരുന്നത് മദ്ദുൽ ആരിൾ, മദ്ദശത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വരുന്നത് മദ്ദുൽ ലാസിം. അപ്പോൾ ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്. അടുത്ത 28-ാമത്തെ ചോദ്യം. അടുത്ത 29-ാമത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തവയിൽ ഹുറൂഫു മുഖത്തക്ക് ഒരു ഉദാഹരണം. യാസീൻ. തുടക്കത്തിൽ അക്ഷരത്തിൻ്റെ പേര് വായിക്കപ്പെടുന്നത് അതാണ് ഹുറൂഫു മുഖത്ത. അപ്പോൾ ഇവിടെ യാസീൻ എന്നതാണ് ശരി, ഓപ്ഷൻ ബി. അടുത്തത് എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലേണ്ട സന്ദർഭം എപ്പോഴാണ്? പെരുന്നാൾ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് തക്ബീറുകൾക്കിടയിൽ. പെരുന്നാൾ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് തക്ബീറുകൾക്കിടയിലാണ് ചൊല്ലേണ്ടത്. എ എന്ന ഓപ്ഷനാണ് അവിടെ ശരി. അടുത്തത് എന്താണ്? കാർബോഹൈഡ്രേറ്റുകളെക്കാൾ കൂടുതൽ ഊർജം നൽകുന്നത് എന്താണ്? കൊഴുപ്പുകളാണ്. ഓപ്ഷൻ സി എന്നതാണ് അവിടെ ശരി, കൊഴുപ്പുകളാണ്. 32-ാമത്തെ ചോദ്യം. ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നത് വാരിയല്ലാണ്. വാരിയൽ. അടുത്ത് അപ്പോൾ ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരി. 33 മംഗൾയാൻ ദൗത്യം എവിടേക്കായിരുന്നു? ഓപ്ഷൻ സി ചൊവ്വയിലേക്കായിരുന്നു. 34 ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏത്? ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. ഓപ്ഷൻ ഡി എന്നതാണ് അവിടെ ശരി. അടുത്തത് ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദ എന്നവരായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി എ എന്നതാണ് അവിടെ ശരി, ഓപ്ഷൻ എ എന്നതാണ് കേട്ടോ. അപ്പോൾ അത് അടയാളപ്പെടുത്താം. അടുത്തതാ 36 സിന്ധു നദീതട നാഗരികതയുടെ ആദ്യം കണ്ടെത്തിയ നഗരത്തിൻ്റെ പേര് ഹാരപ്പയാണ്. ഓപ്ഷൻ ബി. 37 വന്ദേമാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓപ്ഷൻ എ എന്നതാണ് ശരി. അടുത്ത ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി ആരാണെന്നാണ്? രാജ്നാഥ് സിംഗ്. ഓപ്ഷൻ സി. 39 ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയുടെ പേര് ഭീംറാവു അംബേദ്കർ. ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി, ഭീംറാവു അംബേദ്കർ. അടുത്തത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെയാണെന്നാണ്? ചെങ്കോട്ടയിലാണ്. ഓപ്ഷൻ സി എന്നതാണ് അവിടെ ശരി അടയാളപ്പെടുത്തേണ്ടത്. 41 മുളപ്പിച്ച വിത്തുകൾ ഇവയുടെ വളരെ നല്ല ഉറവിടമാണ്. എന്തിൻ്റെയാണ്? പ്രോട്ടീനുകളുടെ നല്ലൊരു ഉറവിടമാണ് മുളപ്പിച്ച വിത്തുകൾ. 41 ഓപ്ഷൻ ബി എന്നതാണ് ശരി. അടുത്തത് ഉൽപാദകരെ ഭക്ഷിക്കുന്ന ജീവികളെ വിളിക്കുന്നത് എന്താണ്? പ്രാഥമിക ഉപഭോക്താക്കൾ. ഓപ്ഷൻ ബി എന്നതാണ് ശരി. അടുത്തത് വിച്ച് വേർഡ് ഈസ് എ വെർബ്. അതിൽ വെർബ് ഏതാണെന്ന് താഴെ കൊടുത്തതിൽ റൺ എന്നതാണ് വെർബ്. അടുത്തത് എന്താണ്? അടുത്തത് വിച്ച് കൺജക്ഷൻ ഈസ് യൂസ്ഡ് ടു ജോയിൻ ടു സെൻറ്റൻസ്. 2 സെൻറ്റൻസിനെ കൂട്ടി യോജിപ്പിക്കുന്നത് എന്താണെന്നാണ്? കൺജക്ഷൻ ഏതാണ്? ആൻഡ്. നമ്മൾ 2 വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ആൻഡ് എന്ന് ചേർത്തിട്ടാണ് പറയാം. അപ്പോൾ ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി.
അടുത്തത് എന്താണ്? 45. വിച്ച് പ്രൊനൗൺസ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു എ മെയിൽ പേഴ്സൺ? ഒരു ആണായ വ്യക്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ഏതാണെന്നാണ്. ഹി എന്നതാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുക. അടുത്തത് എന്താണ്? അടുത്തത് 46. വാട്ട് ഈസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ഏറ്റ്. ഓപ്ഷൻ ബി എന്നതാണ് അവിടെ ശരി. അടുത്തത് 47. 100-ൽ 10 എത്ര തവണ പോകുന്നു ഹരിക്കണം. അപ്പം 100-ൽ 10 തവണ. 10-ൽ പിന്നെ 1 എത്ര തവണ പോകുന്നത്? അപ്പോൾ അവിടെ 10 തന്നെയാണ് ആൻസർ. 10 തവണ 1 ഉണ്ടാവും 10-ൽ. അപ്പോൾ ഓപ്ഷൻ സി എന്ന 10 എന്നതാണ് അവിടെ ശരി. അടുത്തത് എന്താണ്? മൈനസ് ചെയ്യാനാണ്. 5555 മൈനസ് 4444 മൈനസ് ചെയ്യണം. അപ്പോൾ അവിടെ 1111 ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഡി എന്നതാണ് അവിടെ ശരി. അടുത്തത് ഇൻറ്റു ചെയ്യാനാണ്. 111 ഇൻറ്റു 11 11നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ അവിടെ ആൻസർ ഓപ്ഷൻ ഡി 1221 ആൻസർ. ഓപ്ഷൻ ഡി എന്നത്. അടുത്തത് എന്താണ്? 55 ഇൻറ്റു 10. 55 ഇൻറ്റു 10 ആദ്യം ചെയ്യാം. എന്നിട്ട് ആ ആൻസറിനെ വീണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്കവിടെ 1100 ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി എന്നതാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ച് മറ്റു ക്ലാസ്സുകളുടെ അപ്പോൾ 3-ാം ക്ലാസ്സിനേക്കാളും കുറച്ച് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് 4-ാം ക്ലാസ്സിനൊക്കെ വന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.